ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ നോയമ്പിൻ്റെ 47-ാം ദിവസം നമ്മൾക്കൊരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിത്തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പെസഹായോടനുബന്ധിച്ച് നമ്മൾ ആയിരിക്കുന്നു. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഒരു ദിവസത്തെ ചിന്തയ്ക്കായി അടിയങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവേ, അടിയങ്ങളുടെ ചിന്തയും അടിയങ്ങൾ അവിടുത്തെ ഹിതപ്രകാരമായി തീരുവാൻ, അടിയങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവ്വമേശ്വരൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ, കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വിശുദ്ധ പെസഹായോടനുബന്ധിച്ച് നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിത്തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളുടെ 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം ദൈവം തങ്ങളെ അവിടുന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്ത് കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ സന്തോഷസൂചകമായി അവരൊരുമിച്ച് കൂടി. എന്നാൽ തങ്ങൾക്ക് ഭക്ഷിപ്പാൻ വേണ്ടി മാവ് കുഴച്ച് വെക്കുവാനുള്ള സമയം കിട്ടിയില്ല. അവർ അപ്പോൾ തന്നെ മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അവർ ഭക്ഷിച്ച് തങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ആ ഒരു ദിവസം അവർ സന്തോഷത്തോടുകൂടി ആഘോഷിച്ചു, സന്തോഷത്തോടുകൂടി ഒത്തുകൂടി. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരെല്ലാ വർഷവും തങ്ങളുടെ വിടുതലിൻ്റെ ഓർമ്മയ്ക്കായി ഒത്തുകൂടി പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അവർ ഭക്ഷിച്ച് പോകുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ഈ പെസഹായുടെ പെരുന്നാൾ. എന്നാൽ സഖരിയ പ്രവാചകൻ്റെ പ്രവചനമനുസരിച്ച് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചുല്ലസിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയാളിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതക്കുട്ടിയായ ചെറു കഴുതയുടെ പുറത്ത് കയറി വരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ്റെ പ്രവചനം ഹോശാനയോട് നിവർത്തീകരിക്കുന്നു. രാജാതിരാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നതായ ആ ഒരു ദിവസം ഹോശാനയോട് ആരംഭിച്ചു. ഇതോടുകൂടി പുതിയ നിയമസഭയുടെ തുടക്കം ആരംഭിക്കുകയാവുന്നു. രാജാതിരാജാവിനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം പെസഹായോടനുബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത പ്രകാരം അവരൊരുമിച്ച് കൂടുകയും തങ്ങൾ ഒരുമിച്ച് കൂടി ഭക്ഷണം പങ്കിടുവാൻ കൂടിയ സമയത്ത് കർത്താവ് അതിവ്യസനത്തോടുകൂടിയായിരുന്നു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള വ്യാകുലത കർത്താവിനെ അലട്ടിയിരുന്നു. ഈ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ കാല് കഴുകി ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളും തമ്മിൽ ഈ ശുശ്രൂഷ ചെയ്യുവീൻ. ഇതോടുകൂടി നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതനെ അയച്ച ദൈവത്തിനേക്കാൾ ദൂതനും വലിയവനല്ല. പരസ്പരം വലിപ്പച്ചെറുപ്പമില്ലാതെ പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് കർത്താവ് ഇതുകൊണ്ട് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാമും അതുപോണക്കെ ആയിരിക്കാൻ തക്കോണം നമ്മളുടെ പുതുക്കപ്പെടലിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ തക്കോണം നമ്മളെ ബലപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അവർ വളരെ പ്രയാസപ്പെട്ടു. കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചതായ ശിഷ്യൻ തൻ്റെ മാറോട് ചാരി കർത്താവ് ഇതാരാകുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് മറുപടി പറയുന്നു, എൻ്റെ കൂടെ താലത്തിൽ കൈവെക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അത് ഇസ്കറിയോത്തായ യൂദാവിനെക്കുറിച്ചായിരുന്നു പറയുന്നത്. അവരാകെ പ്രയാസത്തിലായി തീർന്നിരുന്നു. അങ്ങനെ തൻ്റെ കർത്താവിൻ്റെ മാറോട് ചാരുവാൻ തക്കവണ്ണം, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പ്രയാസത്തിൽ മാറോട് ചാരുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ കാണിച്ചു തരുന്നു. അതിനുശേഷം അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് പുതിയ നിയമത്തിലുള്ള എൻ്റെ ശരീരമാകുന്നു എന്ന് അവരോട് കൽപ്പിച്ചു. അതിനുശേഷം രക്തവും വീഞ്ഞും ആ വണ്ണം ശുദ്ധീകരിച്ച്
വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാവുന്നു എന്ന് പറഞ്ഞു. ഇതോടുകൂടി കർത്താവിന് ശരീരമാവുന്ന അപ്പം രക്തമാവുന്ന വീഞ്ഞും നമ്മൾക്ക് തന്ന് കർത്താവ് പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ ആ ശുശ്രൂഷ അവിടെ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്. അതാവുന്നു പുതിയൊരു കൽപ്പന. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇതാവുന്നു കർത്താവ് നമ്മെ പഠിപ്പിച്ച പുതിയ കൽപ്പന. ഇതിന് പ്രകാരം നമ്മൾക്ക് ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, അവൻ്റെ മാറോട് ചാരുവാൻ, അവൻ്റെ തിരുരക്തത്തിലും ശരീരത്തിലും പങ്കാളിയാവുവാൻ, പാപമോചനത്തിനായി ആ ശുശ്രൂഷ ചെയ്യുവാൻ, അതിലുപരി അവൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.